ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ റണി പാസ്റ്റർ കുടുംബം, അതുപോലെ തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ വാത്സല്യ ആത്മമിത്രം ബ്രദർ ജോമോൻ, ഇന്ന് ദൈവവചനത്തിൻ്റെ കേൾവിക്ക് ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുള്ള ബഹുമാന്യരായ ദൈവമക്കൾ, വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയംഗമായ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. പകല് കർത്താവിനിക്ക് നൽകിയ പ്രാപ്തിക്കനുസരിച്ച് ദൈവവചനത്തിൻ്റെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ധ്യാനിപ്പാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് രാത്രിയിലും അതിൻ്റെ ബാക്കി ഭാഗം ഒരുമിച്ച് ധ്യാനിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാൻ പകൽ ഓർപ്പിച്ചതുപോലെ അടിയനോട് അരുളി ചെയ്യണമേ എന്ന മനോഭാവത്തോടെ ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്ക് ആയിരിക്കാം. ഈ പകൽ ഈ പ്ലാറ്റ്ഫോമിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു വലിയ ആത്മബലത്തോടെയാണ് ഞാൻ മടങ്ങിയത്. നിശ്ചയമായും ഈ സ്ഥലത്ത് നമ്മുടെ കർത്താവായ യഹോവയുണ്ട് സത്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ടെന്നാണ് കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിൽ പരിവാര സമുന്നതനായി അവിടുന്ന് എഴുന്നള്ളി വന്നിട്ടുണ്ട്. അന്തരാത്മാവിൽ അവിടുത്തെ സാന്നിധ്യത്തെ അറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പകലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് രാത്രിയിലും അത് തുടരുവാൻ ആഗ്രഹിക്കുന്നത്. ആ വചനം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ട് അകലുവീൻ. നല്ല വചനത്തിനായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഒരു വാക്ക് ഈ വചനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ ഹൃദയവും ദൈവസന്നിധിയിൽ ഏകാഗ്രതമാക്കിക്കൊണ്ട് ഈ വചനത്തെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വാഞ്ചിതമരുളിടും വാനവർക്കദീപ നീ വന്നിടുക, വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കദീപ നീ വന്നിടുക, വരം തന്നിടുക. തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ. അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ, അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ. വാഞ്ചിതമരുളിടും വാനവർക്കദീപ നീ വന്നിടുക, വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കദീപ നീ വന്നിടുക, വരം തന്നിടുക. തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ. അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ, അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ. മുൾപ്പടർപ്പതിനുമേൽ കെൽപ്പോടമർന്നൊരു ചിൽപ്പൊരുളേതയാ തൽപരനേ. മുൾപ്പടർപ്പതിനുമേൽ കെൽപ്പോടമർന്നൊരു ചിൽപ്പൊരുളേതയാ തൽപരനേ. ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി, ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി.
സപ്തതമടിയാർക്കു കാട്ടുക നീ, സപ്തതമടിയാർക്കു കാട്ടുക നീ. ആത്മവിശപ്പുദാഹം ഏറ്റമരുൾക ദേവാ, തൃപ്തരായ അടിയങ്ങൾ തീർന്നിടുവാൻ. ആത്മവിശപ്പുദാഹമേറ്റമരുൾക ദേവാ, തൃപ്തരായ അടിയങ്ങൾ തീർന്നിടുവാൻ. സൂക്ഷ്മമാം തിരുമൊഴി കേട്ടറിഞ്ഞതു വേദം, സൂക്ഷ്മമാം തിരുമൊഴി കേട്ടറിഞ്ഞതു വേദം. ശുദ്ധിയാ ജീവിപ്പാറാകണമേ, ശുദ്ധിയാ ജീവിപ്പാറാകണമേ. പൊന്നിലും അഖിലമി മണ്ണിലും അതുവിധം, വിണ്ണിലും വിലയേറും നിൻ വചനം. പൊന്നിലും അഖിലമി മണ്ണിലും അതുവിധം, ഓ വിണ്ണിലും വിലയേറും നിൻ വചനം. ഇന്നു ധരിച്ചു ഞങ്ങൾ ധന്യരായി തീരുവാൻ, ഇന്നു ധരിച്ചു ഞങ്ങൾ ധന്യരായി തീരുവാൻ. മന്നവനേ ദയ ചെയ്യണമേ, മന്നവനേ ദയ ചെയ്യണമേ. മന്ദമനസ്സുകളിൽ ഉന്നത ബലത്തോടു ചെന്നിടണം പരാ നിൻ വചനം. മന്ദമനസ്സുകളിൽ ഉന്നത ബലത്തോടു ചെന്നിടണം പരാ നിൻ വചനം. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനരുൾ, നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനരുൾ ചെയ്യണമേ കൃപ, ചെയ്യണമേ, ചെയ്യണമേ കൃപ, ചെയ്യണമേ. വാഞ്ചിതമരുളിടും വാനവർക്കധിപതി, വന്നിടുക വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കധിപതി, വന്നിടുക വരം തന്നിടുക. തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ. അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ, അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ. ഓ അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ. ആത്മവിശപ്പ് ദാഹം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഏറ്റവും അരുളണമേ. ഞങ്ങൾ തൃപ്തരായി തീരേണ്ടിയതിന് വചനത്തിൻ്റെ വിശപ്പ്, ആത്മാവിൻ്റെ ദാഹം ഞങ്ങളിൽ പകരണമേ. തിരുവെടുത്ത് ശ്രദ്ധിക്കുവാൻ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന നിന്റെ ജനത്തെ നിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു. തിരുവെടുത്തിനെ നിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു. വാഴ്ത്തി വിഭാഗിച്ച് ഇന്ന് രാത്രി സ്വർഗമേ തിരുവെഴുത്തുകൾ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്നും മഹത്വപ്പെടുത്താം. എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ് പകല് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗം ഈ രാത്രിയിൽ പൂർത്തീകരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം അടുക്കടുക്കായിട്ട് ശുശ്രൂഷിപ്പാൻ നല്ല ഒഴുക്കുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. നല്ല ആത്മാവിൻ്റെ സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. തെസ്സലോനിക്ക ലേഖനം പൗലോസ് എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പകല് വിശദീകരിച്ചു. വളരെ ഗംഭീരമായ ഒരു പശ്ചാത്തലമാണ് തെസ്സലോനിക്ക ലേഖനം പിറക്കുവാനുണ്ടായതിൻ്റെ പിമ്പിൽ സംജാതമായത്.
ആ പശ്ചാത്തലം വീണ്ടും ഞാൻ ആവർത്തിച്ച് ഒരാവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഈ ലേഖനം പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് കൊരിന്തിലിരുന്നു കൊണ്ട് ആത്മനിയോഗത്തോടെ എഴുതുമ്പോൾ ഈ ലേഖനം കൊണ്ട് തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ഗംഭീരമായ 4 ലക്ഷ്യങ്ങളും ഞാൻ വിശദീകരിച്ചു. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്കും കടക്കുന്നില്ല. പകല് കേൾക്കാത്തവരോട് ഒറ്റ വാക്ക് പറയാം. ദൂരെ കൊരിന്തിലിരുന്നു കൊണ്ട് ഞങ്ങളെ തെസ്സലോനിക്കയിലുള്ള ദൈവസഭയ്ക്ക് ആത്മനിയോഗത്തോടെ പൗലോസ് ഈ പ്രഥമ ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് തനിക്കുള്ള ഗംഭീരമായ 4 ലക്ഷ്യങ്ങളിൽ ഒന്ന്, അവിടെയുള്ള യുവാക്കളെ താൻ പഠിപ്പിച്ച വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ ഉറപ്പിക്കുക. 2, കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരെ പ്രബോധിപ്പിക്കുക. 3, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന സമവിശ്വാസികളെ ആശ്വസിപ്പിക്കുക. 4, യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഈ 4 അതിഗംഭീര ലക്ഷ്യത്തോടെ കൊരിന്തിലിരുന്നു കൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് ഈ പ്രഥമ ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തിൽ ഗംഭീരമായ ഒരു പ്രതിപാദ്യ വിഷയമുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, രോഗസൗഖ്യമല്ല, സാമ്പത്തിക വിടുതലല്ല, ശാരീരിക സൗഖ്യമല്ല. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ വേണം. എന്നാൽ 1 തെസ്സലോനിക്ക ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 5 അധ്യായം കൊണ്ട് അവസാനിക്കുന്ന തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലും പൗലോസ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 19-ാമത് വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 13-ാമത് വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 16-ാമത് വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 23-ാമത് വാക്യം. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 5 അധ്യായത്തിലെ 5 വാക്യത്തിനകത്തും പൗലോസ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചാണ്. സംശയമുണ്ടെങ്കിൽ ഓടിച്ചാണെന്ന് വായിച്ച് കേൾപ്പിക്കാം. 1:10 അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. എവിടുന്ന് വരുന്നത്? സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. കണ്ടോ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുൻപാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആർ ആകുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുൻപാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ, അവിടെയും മടങ്ങിവരവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ, അവൻ്റെ പ്രത്യക്ഷതയിൽ, അവിടെയും കർത്താവിൻ്റെ വരവിനെ കുറിച്ച്. 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഞാൻ വളരെ ശക്തിയോടെ പകൽ ആവർത്തിച്ചു, നമുക്ക് മനഃപ്പാഠമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, അവിടെയും യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച്. 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ
അപ്പൊ തെസ്സലോനിക്ക ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് സാമ്പത്തിക വിടുതലല്ല, ശാരീരിക വിടുതലല്ല, രോഗസൗഖ്യമല്ല. തെസ്സലോനിക്ക ലേഖനം ആവർത്തിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനമാണ്. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടിയത് രോഗം മാറും എന്ന് കേൾക്കുമ്പോഴല്ല, കടം മാറും എന്ന് കേൾക്കുമ്പോഴല്ല, പുതിയ ഭവനം ലഭിക്കുമെന്ന് കേൾക്കുമ്പോഴല്ല, നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്ന് കേൾക്കുമ്പോഴല്ല. അതൊക്കെ കേൾക്കുമ്പോൾ ആനന്ദിച്ചോണം, അതൊക്കെ കേൾക്കുമ്പോൾ ആഹ്ലാദിച്ച് സന്തോഷിച്ചോണം. എന്നാൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ ഏറ്റവും അധികം ആനന്ദിക്കേണ്ടിയത് അത് കേൾക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ പ്രത്യാശയാകുന്ന യേശു നമ്മെ ചേർക്കാൻ വരുമെന്ന് കേൾക്കുമ്പോഴാണ്. യേശു വരുമെന്ന് വായിക്കുമ്പോൾ, യേശു വരുമെന്ന് കേൾക്കുമ്പോൾ, യേശു വരുമെന്ന് ധ്യാനിക്കുമ്പോൾ അതിന് ആനന്ദമുള്ള ദൈവമക്കൾ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഈ ആലയത്തിനകത്ത് എന്നെ കേൾക്കുന്നുവെങ്കിൽ അവർ ആത്മാവിലൊന്ന് സന്തോഷിച്ചാട്ടെ. നാം ഏറ്റവും അധികം ആനന്ദിക്കേണ്ടിയത് മറ്റൊന്നും കേൾക്കുമ്പോഴല്ല, നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവ് നമ്മെ ചേർക്കുവാൻ പുനരാഗമിക്കുമെന്ന് കേൾക്കുമ്പോഴാണ്. ആമേൻ. നമ്മുടെ കയ്പകളെല്ലാം മാറുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോഴാണ്. നമ്മുടെ വേദനകളെല്ലാം മാറുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോഴാണ്. നമ്മുടെ നഷ്ടങ്ങളെല്ലാം ലാഭമാകുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോഴാണ്. നമ്മുടെ താഴ്ചകളെല്ലാം ഉയർച്ചയാകുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോഴാണ്. നമ്മുടെ ഇരുളുകളെല്ലാം മധ്യാഹ്നം പോലെ ശോഭിക്കുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോഴാണ്. അതുകൊണ്ട് ആ പണ്ടൊരു പാട്ടുകാരൻ പാടിയത്, എൻ പ്രാണനാഥൻ ഇന്ന് വരും, അന്നേ തീരൂ എൻ്റെ വേദനകൾ. ആമേൻ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ച് തൻ്റെ മാറോടെന്നെ അണയ്ക്കും. ആ സുദിനത്തിൽ അന്ന് കർത്തനുമായി ആർത്തു ഘോഷിക്കും സന്തോഷത്തോൽ. ആമേൻ. ഒരു ഭക്തന്റെ പരിമിതികളെല്ലാം മാറുന്നത്, ഒരു ഭക്തന്റെ കണ്ണുനീരെല്ലാം മാറുന്നത് അവന്റെ പ്രത്യാശയാകുന്ന കർത്താവ് വരുമ്പോഴാണ്. അതുകൊണ്ട് വിശ്വാസിയെ, നാം ഏറ്റവും അധികം ആനന്ദിക്കേണ്ടിയത്, സന്തോഷിക്കേണ്ടിയത് നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവ് നമ്മെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് കേൾക്കുമ്പോഴാണ്. അവൻ്റെ വരവിൽ നമുക്ക് എന്തെല്ലാമാ ലഭിക്കുന്നത്? സ്തോത്രം. നല്ലൊരു വീട് നമുക്ക് ലഭിക്കും അവൻ്റെ വരവിൽ. ഇവിടെ അല്ല, ഇവിടുത്തെ വീടിനൊക്കെ 16 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളൂ. പണ്ടത്തെ വീടിനൊക്കെ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം ആറ്റുമണലും ഇഷ്ടികയൊക്കെ വെച്ച പണ്ട് വീടുണ്ടാക്കുന്നേ. എൻ്റെ ഓഫീസിൽ ഒരു കർട്ടൻ ഇടാൻ വേണ്ടി ഞാൻ ആണി അടിച്ചിട്ട് ആണി വളഞ്ഞതല്ലാതെ ഭിത്തിയിൽ ആണി ഇറങ്ങിയില്ല. പണ്ടത്തെ ആറ്റുമണലും ഇഷ്ടികയൊക്കെ വെച്ച് പണിതാ. ഇന്നത്തെ മെറ്റീരിയൽസിനൊക്കെ ഗുണനിലവാര കുറവാണ്. 16 വർഷം കഴിയുമ്പം പൊട്ടിപ്പൊളിയാൻ തുടങ്ങും. ഇവിടെ നാം പണിയുന്നതൊക്കെ താൽക്കാലികമാണ്. എത്ര ഉറപ്പുള്ളതാണെങ്കിലും 1/2 നൂറ്റാണ്ട് കഴിയുമ്പോൾ അതൊക്കെ കെട്ടുപോകാൻ തുടങ്ങും. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് കിട്ടുന്ന വീട് അഴിഞ്ഞു പോകാത്തതാണ്. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ആമേൻ. അവൻ വരുമ്പോൾ നമുക്ക് നല്ലൊരു വീട് മാത്രമല്ല, അവൻ വരുമ്പോൾ നല്ലൊരു ശരീരം നമുക്ക് കിട്ടും. ബഹുതമാകുന്ന രോഗങ്ങൾ ശരീരത്തിലില്ലേ? രാവിലെയും വൈകിട്ട് ഇൻസുലിനൊക്കെ എടുക്കുന്നവരില്ലേ? ഫുഡ് കൺട്രോൾ ചെയ്യുന്നവരില്ലേ? കഠിനമായ വ്യായാമ മുറകൾ ചെയ്യുന്നവരില്ലേ? വേദനകൾ പലതും അനുഭവിക്കുന്നവരില്ലേ? വേദനയ്ക്ക് തൊടാൻ പറ്റാത്ത, രോഗത്തിന് തൊടാൻ പറ്റാത്ത, മരണത്തിന് തൊടാൻ പറ്റാത്ത, കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ഒരു ദ്രവത്വത്തിനും തൊടാൻ പറ്റാത്ത ഒരു തേജസ്സിന്റെ ശരീരം നമുക്ക് കിട്ടും. അതാ പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ താഴ്ചയുള്ള ഈ ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അപ്പം നമ്മൾ ഏറ്റവും അധികം ആനന്ദിക്കേണ്ടിയത് മറ്റൊന്നും കേൾക്കുമ്പോഴല്ല, മറ്റ് പലതും പറഞ്ഞ് നമ്മെ ആനന്ദിപ്പിക്കാൻ, മറ്റു പലതും പറഞ്ഞ് നമ്മെ ഇളക്കാൻ,
മറ്റു പലതും പറഞ്ഞ് നമ്മെ വൈകാരികമായി ഒരു തലത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഒരുപാട് ആളുകൾ കാണും. എന്നാൽ അതിനപ്പുറം ഒരു ദൈവ പൈതൽ സന്തോഷിക്കേണ്ടിയത്, ആനന്ദിക്കേണ്ടിയത് നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവ് വരുമെന്ന് കേൾക്കുമ്പോഴാണ്. അപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ്, അവിടുത്തെ മടങ്ങിവരവാണ്. അപ്പം 4 ഗംഭീര ലക്ഷ്യങ്ങളോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ വരവെന്ന വിഷയത്തെ ആസ്പദീകരിച്ച് പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ഈ പ്രഥമ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിലെ ഗൗരവമേറിയ 8 കാര്യങ്ങൾ പൗലോസ് തെസ്സലോനിക്ക സഭയെ പ്രബോധിപ്പിക്കുക. അതാണ് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാനുള്ളത്. ഗൗരവമേറിയ 8 കാര്യങ്ങൾ. എപ്പോഴും സന്തോഷിക്കണം. തെസ്സലോനിക്ക സഭയോട് കൊരിന്തിലിരുന്നു കൊണ്ട് അദ്ദേഹം എഴുതുകയാണ്, നിങ്ങളെപ്പോഴും ഇടവിടാതെ എല്ലാറ്റിലും സ്തോത്രം ചെയ്യണം. എന്നിട്ടൊരു പ്രവചനം സഭയോട് പറയുക, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് ക്രിസ്തുവേശുവിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം വലിയ വീട് വെക്കുക, ബഹുസമ്പന്നരാകുക എന്നുള്ളതല്ല. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് ക്രിസ്തുവേശുവിലുള്ള മഹാദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് എപ്പോഴും സന്തോഷിച്ചോണം, ഇടവിടാതെ പ്രാർത്ഥിച്ചോണം, എല്ലാറ്റിലും സ്തോത്രം ചെയ്തോണം. ഇതിനകത്തും ഈ പ്ലാറ്റ്ഫോമിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമക്കളാകെ നമ്മെക്കുറിച്ചുള്ള ക്രിസ്തുവേശുവിലെ ദൈവ ഇഷ്ടമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. എന്നിട്ട് പറയുക, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മൃഗം പിടിക്കണം, എന്നിട്ട് സകലവിധ ദോഷവും നിങ്ങൾ വിട്ട് അകലണം. അപ്പോൾ 8 പ്രബോധനം ഞാൻ അടുക്കടുക്കായിട്ടൊന്ന് പറയാം. അതിൽ 1-2 എണ്ണമേ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. 1, എപ്പോഴും സന്തോഷിക്കണം. 2, ഇടവിടാതെ പ്രാർത്ഥിക്കണം. 3, എല്ലാറ്റിലും സ്തോത്രം ചെയ്യണം. 4, ആത്മാവിനെ കെടുക്കരുത്. 5, പ്രവചനം തുച്ഛീകരിക്കരുത്. 6, സകലവും ശോധന ചെയ്യണം. 7, നല്ലത് മുറുകെ പിടിക്കണം. 8, സകലവിധ ദോഷവും വിട്ട് അകലണം. എത്ര സുന്ദരമായ പ്രബോധനമായില്ലേ? ഓടിച്ചു വായിച്ചാൽ വലിയ ഗൗരവമൊന്നും തോന്നത്തില്ല. ശാന്തമായി ചിന്തിച്ചാൽ ഈ പ്രബോധനത്തിൻ്റെ ഗൗരവം വളരെ ആഴമുള്ളതാണ്. തിമോത്തിയോസിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തെസ്സലോനിക്കയിലേക്ക് അയക്കുമ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ പാർത്ത് മോനൊരു കാര്യം ചെയ്യണം, അവരുടെ പരിമിതി എന്നാണ്, അവരുടെ ബലഹീനത എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഒരു റിപ്പോർട്ടാക്കണം. ആ റിപ്പോർട്ട് നീ എൻ്റെ കയ്യിൽ കൊണ്ടുതരണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം, നീ തരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം തെസ്സലോനിക്ക സഭയ്ക്ക് എനിക്ക് ലേഖനം എഴുതാൻ. പൗലോസിൻ്റെ കയ്യിൽ തിമോത്തിയോസ് കൊടുത്ത റിപ്പോർട്ടിനകത്ത് ഈ കാര്യങ്ങളെല്ലാം താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതുന്നത്. അവർക്ക് സന്തോഷത്തിന് കുറവുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കാത്തൊരു രീതി അവർക്ക് ഉണ്ട്, പിന്നെ എന്ത് വന്നാലും എല്ലാറ്റിനും സ്തോത്രം പറയാത്തൊരു പരിപാടി അവർക്ക് ഉണ്ട്, ആത്മാവിനെ കെടുക്കുന്ന ചില ഇടപാട് അവരുടെ ഇടയിലുണ്ട്, പ്രവചനത്തെ തുച്ഛീകരിക്കുന്ന ചില രീതികൾ ഉണ്ട്, സകലവും ശോധന ചെയ്യാത്ത ചില പരിപാടിയുണ്ട്, എല്ലാം കയറി പിടിക്കുന്ന ചില പരിപാടിയുണ്ട്, സകലവിധ ദോഷത്തിൻ്റെ പുറകെ പോകുന്ന രീതികൾ അവർക്കുണ്ട്. അപ്പം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പം 8 പ്രബോധനം ഓടിച്ച് ഞാനൊന്ന് പറയാം, വലിയ വിവരണങ്ങൾക്ക് പോകാതെ ഓടിച്ച്. 1, എപ്പോഴും സന്തോഷിക്കണം. ഈ 3 എണ്ണം 1 ബൈ 1 ആയിട്ട് പറഞ്ഞിട്ട് ബാക്കി 5 എണ്ണം ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഞാൻ ഇരിക്കാം.
ഒന്ന്, എപ്പോഴും സന്തോഷിക്കണം. ഈ പ്രബോധനം തെസ്സലോനിക്ക സഭയ്ക്ക് മാത്രമല്ല, ഈ പ്രബോധനം നമുക്കുമുള്ളതാണ്. ലോകവ്യാപകമായി ചിതറിക്കിടക്കുന്ന സകല ദൈവമക്കളോടുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ ഇടപെടലാണ്. എപ്പോഴും സന്തോഷിക്കണം. നീ എപ്പോഴും നിരാശപ്പെട്ടിരിക്കുക എന്നതാണ് പിശാചിൻ്റെ ഇഷ്ടം. നീ എപ്പോഴും ദുഃഖിച്ച് തലകുണിച്ചിരിക്കുക എന്നതാണ് പിശാചിൻ്റെ ഇഷ്ടം. ഒരു നിമിഷം പോലും നീ ആനന്ദത്തോടെ ഇരിക്കുന്നത്, ഒരു നിമിഷം പോലും നീ സമാധാനത്തോടെ ഇരിക്കുന്നത്, ഒരു നിമിഷം പോലും നീയും ഞാനും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയുണ്ട്. അവൻ മറ്റാരുമല്ല, നമ്മുടെ പ്രതിയോഗിയായ പിശാചാണ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയത്തക്ക പല ചിന്തകൾ, പല പ്രശ്നങ്ങൾ അവൻ നമ്മുടെ മീതെ കൊണ്ടിടും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിനെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. പറയുന്നവർക്ക് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ഇല്ലേ? ബുദ്ധിമുട്ടാ. എഴുതിയാക്കും, പ്രസംഗിക്കുന്നയാക്കും, കേൾക്കുന്നയാക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മുടെ ഒരു മാസ്റ്റർ പീസാണ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ. ഇന്നാളൊരാൾ പറഞ്ഞു, അസൂയില്ലാത്തവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാൽ കാണും. 1000 പേര് ഒരു യോഗത്തിലുണ്ടെങ്കിൽ 1000 പേർക്ക് സന്തോഷമൊന്നുമില്ല. ഉണ്ട് പാസ്റ്റേ, 500 പേർക്കുണ്ടേ ഭാഗ്യം. എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ് മക്കളെ. വർഷം 365 ദിവസം ഉണ്ടെങ്കിൽ 65 ദിവസം സന്തോഷമാണെങ്കിൽ 300 ദിവസം സന്താപമായിരിക്കും. അത് മനുഷ്യ സഹജമാണ്. 24 മണിക്കൂർ ഒരു ദിവസമുണ്ടെങ്കിൽ 4 മണിക്കൂർ സന്തോഷിച്ചാൽ ബാക്കി 20 മണിക്കൂർ സന്താപമാണ്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷിക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴി പണമല്ല, ആ വഴി മെച്ചമായ ജീവിത സാഹചര്യം അല്ല. പ്രൈസ് ദി ലോർഡ്. പണം ഉണ്ടെങ്കിൽ എപ്പോഴും സന്തോഷിക്കാമെന്ന് ഇന്നാൾ ഒരാൾ പറഞ്ഞു. കാര്യം, ജനം മുതൽ മരണം വരെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് എന്ത്? ജനിക്കണേ കാശ് വേണം, ജീവിക്കണേ കാശ് വേണം, മരിക്കണേലും കാശ് വേണം. ഇഷ്ടം പോലെ കാശുണ്ടെങ്കിൽ സന്തോഷിക്കാൻ പറ്റും. ഫേസ്ബുക്കിൽ കുറച്ചാൾ മുമ്പ് ആരോ ഒരു വീഡിയോ ഷെയർ ചെയ്തു. കൊട്ടാര തുല്യമായൊരു വീടാണേ, ഈ മലയാളക്കരയിൽ തന്നെയാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഈ വീട് ആരുടെയാണെന്നറിയാമോ, ഈ വീട് ആരുടെയാണെന്നറിയാം. കേൾക്കാൻ ഞാനും ഇങ്ങനെ കൊതിയോടിരിക്കുക. അവസാനം പറഞ്ഞു, അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരൻ്റെ വീടായിരുന്നു. കൊട്ടാര തുല്യമായ വീട്, 100 കണക്കിന് വാഹനങ്ങൾ മുറ്റത്ത് തുരുമ്പിച്ച് കിടക്കുന്നു. ആ വീടിൽ കാടും പടലും ഒക്കെ മൂടി, അത് വാവലും ഞറക്കിലുമൊക്കെ കൂടി വെച്ച് താമസിക്കുക. കോടീശ്വരനായ ഒരു മനുഷ്യൻ്റെ വീടായിരുന്നു. വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. 100 കണക്കിന് ജോലിക്കാരെ കൊണ്ടായിരുന്നു. ദിവസങ്ങൾ, ആഴ്ചകൾ, കോടികളുടെ വിറ്റുവരവുണ്ടായിരുന്നു. ഒരു ദുർബല നിമിഷം തൻ്റെ ജോലിക്കാർ തന്നെ ചതിച്ചു. ജോലിക്കാരുടെ ചതിവ് നിമിത്തം കടക്കണിയിൽ മുങ്ങിപ്പോയി. രക്ഷപ്പെടുവാൻ കഴിയാത്ത മനുഷ്യൻ വീണ്ടും കടത്തിൻ്റെ കാണാക്കയത്തിലേക്ക് താണുപോയി. അതിൽ നിന്നും കരകയറാൻ പറ്റത്തില്ലെന്നേക്ക് ബോധ്യമായപ്പോൾ കൊട്ടാരതുല്യമായ തൻ്റെ വീട്ടിൽ ആ മനോഹരമായ മുറിക്കകത്ത് ഒരു തുണ്ട് കയറിൽ ഫാനിൽ തൂങ്ങി താൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ശേഷിക്കുന്ന തൻ്റെ സ്നേഹസമ്പന്നയായ ഭാര്യയും വാത്സല്യ മക്കളും അങ്ങനെ തന്നെ ജീവിതം അവസാനിപ്പിച്ചു. പണം ഉണ്ടെങ്കിൽ സന്തോഷിക്കാം, ഇല്ലെന്ന് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ പണം എന്ന് പോകുമോ ആ കൂടെ സന്തോഷവും പോകും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്കറിയാം ലോകത്തിൽ എന്തിലാശ്രയിച്ചാണ് നമ്മുടെ സന്തോഷം, ലോകത്തിൽ എന്തിനെ ആശ്രയിച്ചാണ് നമ്മുടെ സന്തോഷം. അത് നഷ്ടപ്പെടുമ്പോൾ ആ കൂടെ സന്തോഷവും നഷ്ടപ്പെടും. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട്, ആ വഴി നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ആ വഴി നമ്മുടെ നടുവിലുണ്ട്, ആ വഴി നമ്മോട് ചേർന്ന് നിൽപ്പുണ്ട്, ആ വഴി നമ്മുടെ അകത്തുണ്ട്. ആ വഴി മറ്റാരുമല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്തിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ പ്രത്യാശയാകുന്ന യേശു ക്രിസ്തുവ. അതുകൊണ്ടാണ് വചനം പിന്നെയും പിന്നെയും പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഇന്ന് രാത്രിയിലും കർത്താവിൽ സന്തോഷിക്കുന്നവർക്കായി സ്തോത്രം. രോഗമാണെങ്കിലും ബാധ്യതകളാണെങ്കിലും ചുറ്റും പ്രശ്നങ്ങളുടെ വൻമതിലുകളാണെങ്കിലും അതിൻ്റെ നടുവിലും കർത്താവിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തൂ. ഹല്ലേലൂയ.
കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാം. എല്ലാം മാറും പാസ്റ്ററെ, പക്ഷെ കർത്താവ് മാറുകയില്ല. പണം മാറും, കർത്താവ് മാറത്തില്ല. സ്നേഹബന്ധങ്ങൾ അകന്നു പോകും, കർത്താവ് മാറത്തില്ല. അതെ, നെഞ്ചോട് ചേർത്തു വെച്ച് ഊട്ടി വളർത്തിയവരും പോറ്റി വളർത്തിയവരും കൈപിടിച്ച് നടത്തിയവരുമൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ മാറിപ്പോകും. അന്ത്യം വരെ നിന്റെ കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ മാറിപ്പോകും. ആമേൻ. അന്ത്യം വരെ നിന്റെ കൂടെ നിൽക്കുമെന്ന് നീ കരുതിയവരും നിന്നെ വിട്ട് മാറിപ്പോകും. ആരൊക്കെ നിന്നെ വിട്ട് മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരുവനുണ്ട്. ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിൽ കഴിച്ച നിന്റെ പ്രാണന്റെ പാതി നിന്നെ വിട്ടു പോയേക്കാം. നിനക്ക് ജന്മം തന്ന മാതാപിതാക്കൾ നിന്നെ വിട്ടു പോയേക്കാം. ആരൊക്കെ മാറിയാലും ആയുസിന്റെ അന്ത്യം വരെ നിന്നെയും എന്നെയും വിട്ടുമാറാത്ത ഒരുവനുണ്ട്. ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ നമ്മെ ഉള്ളംകൈയിൽ വരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ കർത്താവാണ്. അവൻ ഒരു നാളും നമ്മെ വിട്ടുകളയത്തില്ല. അത് അവിടുത്തെ വാഗ്ദത്തമാണ്. ഒരു നാളും ഞാൻ നിങ്ങളെ അനാഥരായി ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നും പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നും പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ആ കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് തെസ്സലോനിക്ക സഭയോട് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്, എപ്പോഴും സന്തോഷിക്കണം. അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന പല രംഗങ്ങൾ അവരുടെ ഇടയിൽ വന്നു. അതിലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, മരിച്ചുപോയവരെ കുറിച്ചുള്ള ദുഃഖം. അങ്ങനെ പല കാര്യങ്ങൾ. സ്നേഹസമ്പന്നരായ നിഷ്കളങ്കരായ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന പലവിധമാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ വന്നു. അതൊക്കെ കണ്ടിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ എപ്പോഴും കർത്താവിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുക. അടുത്തത് ഇടവിടാതെ. ഇത് ഗൗരവമായൊരു കാര്യമാണ്. ഇടവിടാതെ ഇതിനകത്തെന്നോ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെടുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങളോട് പ്രബോധിപ്പിക്കുന്ന എന്നോടും വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കണം. അതൊരു ദൂതായിട്ട് ഇന്ന് രാത്രി ദൈവമക്കൾ ഏറ്റെടുക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. തെസ്സലോനിക്ക സഭയോട് മാത്രമല്ല, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് ഇടപെടുകയാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കണം. ആമേൻ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. ആമേൻ. വികസിത രാഷ്ട്രങ്ങൾ കണ്ടുപിടിച്ച വലിയ മിസൈലുകളോ ബോംബുകളോ അല്ല. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ആയുധമെന്ന് പറയുന്നത് കൃപ പ്രാപിച്ച ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ്. ആമേൻ. പ്രാർത്ഥനയുടെ മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ അഴിയാത്ത ചെങ്ങലകളില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ പൊട്ടാത്ത കെട്ടുകളില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ മാറാത്ത രോഗങ്ങളില്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. പാട്ടുകാരൻ പണ്ടൊരു പാട്ടുപാടി. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: പ്രാർത്ഥനയാലേ സാധിക്കാത്ത കാര്യം ഇല്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും.
പലതും നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നത്, പലതും നമ്മുടെ മുമ്പിൽ കെട്ടപ്പെട്ട് കിടക്കുന്നത്, ആശിച്ച തീരത്ത് പലപ്പോഴും നിനക്ക് ചെല്ലുവാൻ കഴിയാതെ ഞാനും നീയും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഗണ്യമായ പോരായ്മയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രബോധിപ്പിച്ച ആ പ്രബോധനം മനസ്സാൽ ഏറ്റെടുത്ത് നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി തിരികെ വരാൻ തയ്യാറായ ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സകല കെട്ടുകളെയും അഴിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കണം, നിങ്ങൾ ഇടവിടാതെ. അത്രയും പറഞ്ഞ ഭാഗം ഞാൻ വിടുക. ഓക്കെ, അടുത്ത പ്രബോധനം എന്ന് പറയുന്നത് എല്ലാറ്റിലും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യും. എല്ലാറ്റിലും എന്തു വന്നാലും എന്ത് ചെയ്യണം? സ്തോത്രം. എനിക്ക് അടുത്ത ഭാഗം വിശദീകരിക്കേണ്ടതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞു വിടുന്നേ. എല്ലാറ്റിലും സ്തോത്രം ചെയ്യും. നമ്മൾ ചിന്തിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തോണം? സ്തോത്രം ചെയ്തോ. ഞാനൊരു സൂപ്പർ ഫാസ്റ്റിലൊരു കൺവെൻഷന് പോകുമ്പോൾ നീളം കുറഞ്ഞൊരു അമ്മച്ചി എൻ്റെ മുമ്പിലുണ്ട്. ആർക്കും ഇരിക്കാൻ സീറ്റില്ല, അമ്മച്ചിക്ക് സീറ്റ് കിട്ടിയില്ല. മോളത്തെ കമ്പിയിൽ എത്തത്തില്ല പാവത്തിൻ്റെ കൈ. ഒരു പരുവത്തിൽ നിൽക്കുകയാണിങ്ങനെ. ചെറിപ്പാഞ്ഞു പോകുന്ന ബസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഡൻ ബ്രേക്ക് ഇട്ടു. അത്യാവശ്യം എനിക്ക് നീളമുള്ളതുകൊണ്ട് ഞാൻ ആ കമ്പിയെ തൂങ്ങി നിന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് അമ്മച്ചി റോക്കറ്റ് പോലെ പോവുകയാണ്. ഞാൻ ചിന്തിച്ചു, ഫ്രണ്ട് ഗ്ലാസും തകർത്ത് അമ്മച്ചി റോഡിൽ വീഴും. ആ കാഴ്ച കണ്ട എല്ലാവരും അയ്യോ എന്ന് വിളിച്ചു. ഞാനും അയ്യോ എന്ന് വെച്ചു. മുമ്പോട്ട് പറന്നു പോകുന്ന അമ്മച്ചി യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞു. ആ വണ്ടി അവിടെ നിന്നു. വിശ്വാസിയായൊരു അമ്മച്ചിയാണ്. എല്ലാറ്റിലും എന്ത് ചെയ്യണം? സ്തോത്രം. സ്തോത്രം ഒരു പാഴ്വാക്കല്ല, സ്തോത്രം ഒരു യാഗമാണ്. അതാണ് ബൈബിൾ പറയുന്നത്, സ്തോത്രം എന്ന ആദരഫല യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. ജ്ഞാനിയായ സലോമോൻ, സമ്പന്നനായ സലോമോൻ 1000 ഹോമയാഗങ്ങളാണ് കഴിച്ചത്. 1000 ഹോമയാഗങ്ങൾ അങ്ങോട്ട് കഴിച്ചപ്പോൾ ദൈവം മൗനമായിരുന്നില്ല. ശലോമോൻ്റെ അരിക്കലേക്ക് ഇറങ്ങി വന്നിട്ട് ശലോമോനോട് ചോദിക്കുക, ശലോമോനെ, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? വെറുതെ ഇരുന്നപ്പോൾ ദൈവം ചോദിച്ചില്ല, മൗനമായിരുന്നപ്പോൾ ദൈവം ചോദിച്ചില്ല. 1000 ഹോമയാഗങ്ങൾ തുരുതുരാന്ന് കഴിച്ചപ്പോൾ തമ്പുരാനുടെ നടുവിൽ ഇറങ്ങി വന്ന് ശലോമോനോട് ചോദിക്കുക, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്ത് തരേണ്ടിയത്? സ്തോത്രമെന്ന യാഗം ഇടവിടാതെ അർപ്പിക്കുമ്പോൾ ദൈവം അത് കണ്ട് മൗനമായിരിക്കും എന്ന് വിചാരിക്കരുത്. ഇടവിടാതെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന ദൈവപൈതലേ, നിന്റെ അരിക്കലേക്ക് ഇറങ്ങി വന്ന് തമ്പുരാൻ നിന്നോട് ചോദിക്കും, എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടിയത്? നമ്മുടെ ആവശ്യം എന്താന്ന് ചോദിക്കാൻ നമ്മുടെ അടുക്കേക്ക് ദൈവത്തെ ഇറക്കുന്ന യാഗമാണ് പ്രിയപ്പെട്ടവരെ സ്തോത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇടവിടാതെ എല്ലാറ്റിലും എന്ത് ചെയ്തോണം? സ്തോത്രം ചെയ്യണം. അത്രയും പറഞ്ഞ ഭാഗം ഞാൻ വിടുക. അടുത്തത് ഒന്നായിട്ടങ്ങ് പറയാം. 5 കാര്യം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കണം. ആ ഒരു പ്രയോഗത്തെ ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാം. നല്ലത് മുറുകെ പിടിക്കണം. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കണം. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് പൗലോസ് ഈ പ്രബോധനം ദൈവസഭയ്ക്ക് കൊടുക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോഴേ വേദപുസ്തകത്തിന്റെ പുതിയ നിയമം എഴുതി പൂർത്തിയാക്കാതിരുന്ന കാലഘട്ടങ്ങളിൽ ദൈവം തൻ്റെ ഹിതം തൻ്റെ ജനത്തെ അറിയിച്ചത് പ്രവാചകന്മാരിലൂടെയാണ്. ആരിലൂടെയാണ്? പ്രവാചകന്മാരിലൂടെ. അതുകൊണ്ട് ആദിമ സഭയിൽ ദൈവം ആരെ എഴുന്നേൽപ്പിച്ചു? പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പുതിയ നിയമം എഴുതി പൂർത്തിയാക്കാതിരുന്ന കാലഘട്ടങ്ങളിൽ
ദൈവം തൻ്റെ ഹിതം, തൻ്റെ സഭയെ, ജനത്തെ അറിയിച്ചത് ആരിലൂടെയാണ്? പ്രവാചകരിലൂടെയാണ്. അതുകൊണ്ട് ആദിമ സഭയിൽ ദൈവം ആരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്? പ്രവാചകർ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇന്നും ദൈവം തൻ്റെ ഹിതം, തൻ്റെ ജനത്തെ അറിയിക്കേണ്ടതിന് ആരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്? പറഞ്ഞു, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. മാറ്റമില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം എഴുന്നേൽപ്പിച്ച സത്യപ്രവാചകന്മാർ സഭയ്ക്കകത്ത് പ്രവചിക്കാൻ തുടങ്ങി. നിർഭാഗ്യം, അവരുടെ ഇടയിലേക്ക് കള്ളപ്രവാചകന്മാരും കൂടെ നുഴഞ്ഞു കയറി. ഒരു കാര്യം മനസ്സിലാക്കണേ, ഒറിജിനൽ എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്? ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ദൈവം എഴുന്നേൽപ്പിച്ച സത്യപ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ അവരുടെ ഇടയിൽ ആര് രംഗപ്രവേശനം ചെയ്തു? കള്ളപ്രവാചകന്മാർ. എനിക്കിത് ഈ ഓൺലൈനിലൂടെ ഇത് വിടുന്നത് കൊണ്ട് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിഴുങ്ങി അങ്ങ് വിടുക. സ്തോത്രം. സത്യപ്രവാചകന്മാരും പ്രവചിക്കാൻ തുടങ്ങി, അവരുടെ കൂടെ കള്ളപ്രവാചകരും പ്രവചിക്കാൻ തുടങ്ങി. അപ്പോഴേ ഈ സത്യപ്രവചനമേത കള്ളപ്രവചനമേത എന്നറിയാൻ കഴിയാതെ ജനം അങ്ങ് കുഴഞ്ഞു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ജനം പ്രവചനത്തെ എതിർത്തു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ജനം ആത്മാവിൻ്റെ പ്രവർത്തികളോട് വിമുഖത കാട്ടി, മുഖം തിരിച്ചു. ഗുരുതരമായ ഒരു പ്രത്യാഘാതത്തിലൂടെ ദൈവസഭ കടന്നു പോകുന്നത് അറിഞ്ഞ പൗലോസ് ആത്മാവിലവരെ പ്രബോധിപ്പിക്കുക. നിക്ക് വല്ലവരും വലിഞ്ഞു കയറി വന്ന് വല്ലതും പറയുന്നത് കേട്ട് പ്രവചനത്തെ തുച്ഛീകരിക്കാൻ വരട്ടെ, ആത്മാവിൻ്റെ പ്രവൃത്തിയെ കെടുക്കാൻ വരട്ടെ, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് മുഖം തിരിക്കാൻ വരട്ടെ. എന്നിട്ട് പൗലോസ് ദൈവസഭയെ പ്രബോധിപ്പിക്കുക, നിങ്ങൾ സകലവും ശോധന ചെയ്യണം, സകലവും ശോധന ചെയ്യണം. എന്നിട്ട് നല്ലത് മുറുകെ പിടിക്കണം. അവിടേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. നല്ലത് മുറുകെ പിടിക്കണം. സ്തോത്രം. ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കണം. അപ്പൊ ശോധന ചെയ്യുന്നവർക്ക് മാത്രമേ നല്ലത് മുറുകെ, അല്ലാത്തത് വഴിയെ പോകുന്നതെല്ലാം തോട്ടി വെച്ച് പിടിക്കും, സകല വയ്യാവേലിയും പിടിക്കും. ശോധന ചെയ്യുന്നവർക്ക് മാത്രമേ നല്ലത് മുറുകെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ശോധന വേണമെങ്കിൽ നമുക്ക് എന്തു വേണം? ശോധന വേണമെങ്കിൽ നമുക്ക് ശോധന ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശോധന ചെയ്യണമെങ്കിൽ നമുക്ക് ആത്മജ്ഞാനം വേണം. ആത്മജ്ഞാനം എങ്ങനെ കിട്ടും? ആത്മജ്ഞാനം മനോരമ വായിച്ചാൽ കിട്ടുകയില്ല, ആത്മജ്ഞാനം എൻസൈക്ലോപീഡിയ വായിച്ചാൽ കിട്ടുകയില്ല, ആത്മജ്ഞാനം വാർത്ത വായിച്ചാൽ കിട്ടുകയില്ല. ആത്മജ്ഞാനം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവുമായിട്ട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണം. ആ വ്യക്തിപരമായ ബന്ധം പരിശുദ്ധാത്മാവുമായി പ്രാർത്ഥനാ മുറിയിൽ സ്ഥാപിക്കുന്നവർക്ക് ആത്മജ്ഞാനം ലഭിക്കും. ആത്മജ്ഞാനം ലഭിക്കുന്നവർ സകലവും ശോധന ചെയ്യും. ശോധന ചെയ്തിട്ട് അവർ നല്ലത് മാത്രം എന്ത് ചെയ്യും? മുറുകെ പിടിക്കും. അപ്പൊ തെസ്സലോനിക്ക സഭയെ പൗലോസ് പ്രബോധിപ്പിക്കുക, നിങ്ങൾ നല്ലത് മുറുകെ പിടിക്കണം. ഒന്ന് പറഞ്ഞേ, നല്ലത്. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു വാക്കാണത്. ശോധന ചെയ്യാതെ പലവിധമാകുന്ന വയ്യാവേലിയെ മുറുകെ പിടിക്കാൻ കൈനീട്ടുന്നവരോട് പൗലോസ് പ്രബോധിപ്പിക്കുക, എല്ലാം ചാടിക്കേറി പിടിക്കരുത്, ശോധന ചെയ്തിട്ട് നല്ലത് മാത്രം നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പൊ ദൈവസഭ മുറുകെ പിടിക്കാൻ പാടില്ലാത്തതുണ്ട്, ദൈവസഭ മുറുകെ പിടിക്കേണ്ടതുണ്ട്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ദൈവസഭ മുറുകെ പിടിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെന്ന്, ദൈവസഭ മുറുകെ പിടിക്കേണ്ട കാര്യമുണ്ടെന്ന് തരംതിരിച്ചാൽ വിശദീകരിക്കാൻ സമയം പോരാ. ദൈവസഭ മുറുകെ പിടിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഒന്ന്, പാപങ്ങൾ മുറുകെ പിടിക്കരുത്, വിശദീകരിക്കുന്നില്ല. 2, സമ്പത്ത് അല്ലെങ്കിൽ പാർക്കുന്ന വീടിനെ മുറുകെ പിടിക്കരുത്. 3, വഞ്ചന മുറുകെ പിടിക്കരുത്.
ദൈവസഭ മുറുകെ പിടിക്കേണ്ടിയ പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, മുറുകെ പിടിക്കേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ വിട്ടുകളയുക, അത് നമ്മുടെ വിഷയമല്ല. മുറുകെ പിടിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, ദൈവഭക്തിയെ നമ്മൾ മുറുകെ പിടിക്കണം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നല്ലത് മുറുകെ പിടിക്കണം. ആ നല്ലതിൽ ഒന്ന് ദൈവഭക്തിയാണ്. ദൈവഭക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവഭക്തിയെ മാത്രം മുറുകെ പിടിച്ചൊരു മനുഷ്യനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പഴയ നിയമത്തിൻ്റെ തങ്കത്താളുകളിൽ വെള്ളി വിളക്ക് പോലെ ശോഭിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ, പേര് ഊസ് ദേശത്തെ ഭക്തനായ ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത് വാക്യമാണ്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എങ്കിലും 1 തൊട്ടങ്ങ് വായിക്കാം കേട്ടോ, അതിനകത്ത് 1-2 ചിന്തയുള്ളത് കൊണ്ട്. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സകലവും ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കണം. ദൈവസഭ നല്ല മുറുകെ പിടിക്കേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല കാര്യമെന്ന് പറയുന്നത് ദൈവഭക്തിയാണ്. പടത്തേണ്ട ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്താ മുറുകെ പിടിച്ചത്? തകർന്നുടഞ്ഞു മുങ്ങി താഴാൻ തുടങ്ങുമ്പോൾ മുറുകെ പിടിക്കാൻ തനിക്ക് കിട്ടിയ പുളിങ്കമ്പ്, തനിക്ക് കിട്ടിയ കച്ചിത്തുരുമ്പ് മറ്റൊന്നുമല്ല, താൻ സേവിച്ച ദൈവത്തെങ്കിലുള്ള ഭക്തിയാണ്. ഇന്ന് രാത്രിയിലും ദൈവഭക്തിയെ മുറുകെ പിടിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ആ വാക്യത്തെ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചോട്ടെ. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. നോക്കണേ, എവിടെല്ലാം കയറിയാണ് അവൻ നിൽക്കുന്നതില്ലേ? എവിടെല്ലാം കയറി നിൽക്കാൻ പറ്റും അവന്? ദൈവപുത്രന്മാരെല്ലാം കൂടെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ ഞെളിഞ്ഞൊരുത്തം നീക്കിയ ആരാ? സാത്താൻ. യഹോവ സാത്താനോട് 2 ചോദ്യം ചോദിച്ചു. അത് 2-ാമത്തെ ചോദ്യം എന്നെ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ കയറ്റി. 2 ചോദ്യമാണ് ചോദിച്ചത്. ആരോടും ചോദിക്കാത്ത 2 ചോദ്യം. ഒന്ന് കേട്ടെ. ചോദ്യം 1, നീ എവിടെ നിന്നാ വരുന്നേ? പിശാചിൻ്റെ ഉൽപ്പത്തി അറിയാവുന്ന മഹാദൈവം അവനോട് ചോദിക്കുക, നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ്റെ മറുപടി എന്നാ? ഭൂമിയൊക്കെയും ഊടാടി. ആശാരി ഉപദേശിയുടെ ഭാഷ പറഞ്ഞാൽ 5 വൻകരകളിലും അടിച്ചു മിന്നിയിട്ട് 5 വൻകരകളിലും ആടിച്ചു മിന്നി യഹോവയുടെ സന്നിധിയിൽ ദൈവപുത്രന്മാർക്കൊപ്പം ഞെളിഞ്ഞു നിൽക്കുന്ന സാത്താനോട് കർത്താവ് 2-ാമത്തെ ചോദ്യം ചോദിച്ചത് എന്നാണെന്നറിയാമോ? ആ ചോദ്യം ഭയങ്കര ചോദ്യമാണ്. ഒന്ന് കേട്ട്, നീ എൻ്റെ ദാസനാകുന്ന ഇയ്യോബിൻ്റെ മേൽ ഒന്ന് പറഞ്ഞേ ദൃഷ്ടി വച്ചോ? സൂബിൽ എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ? യഹോവ സാത്താനോട് ചോദിച്ച 2-ാമത്തെ ചോദ്യം, ദുഷ്ടപിശാചേ, നീ എൻ്റെ ദാസനാകുന്ന ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ഞാൻ ഒത്തിരി സന്തോഷിച്ചൊരു ചോദ്യമാ. നീ എൻ്റെ ചെറുക്കൻ്റെ മേൽ നോട്ടമിട്ടോ? നീ എൻ്റെ മകൻ്റെ മേൽ നോട്ടമിട്ടോ? ദുഷ്ടപിശാചേ,
അപ്പൊ ഇയ്യോബിൻ്റെ മേൽ പിശാച് ദൃഷ്ടി വെച്ചത് ഇയ്യോബ് കണ്ടില്ല. ഇയ്യോബിൻ്റെ മേൽ പിശാച് നോട്ടമിട്ടത് ഇയ്യോബിൻ്റെ ഭാര്യ കണ്ടില്ല. ഇയ്യോബിൻ്റെ മേൽ പിശാച് നോട്ടമിട്ടത് അവൻ്റെ പിള്ളേർ കണ്ടില്ല. ഇയ്യോബിൻ്റെ മേൽ പിശാച് നോട്ടമിട്ടത് അവൻ്റെ മാതാപിതാക്കൾ കണ്ടില്ല. ഇയ്യോബിൻ്റെ മേൽ പിശാച് നോട്ടമിട്ടത് അവൻ്റെ സഹോദരങ്ങളും കൂട്ടുകാരും കണ്ടില്ല. എന്നാൽ ഇയ്യോബിൻ്റെ മേൽ പിശാച് നോട്ടമിട്ടത് അവൻ്റെ സൃഷ്ടാവായ ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. എന്തിനാ പിശാച് ഇയ്യോന്റെ മേൽ നോട്ടമിട്ടത്? യോ ഗുണം പിടിപ്പിക്കാനല്ല, അവനെ ഗതി പിടിപ്പിക്കാനും നന്നാക്കാനുമല്ല. ദുഷ്ട പിശാച് ഇയ്യോബ് എന്ന ഭക്തൻ്റെ മേൽ നോട്ടമിട്ടത് അവനെ മുടിപ്പിക്കാനാ. എൻ്റെ പരസ്യയോഗത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനെ മുച്ചൂടും മുടിപ്പിക്കാനാ. ഇയ്യോബ് എന്ന ദൈവഭക്തനായ മനുഷ്യനെ മുച്ചൂടും മുടിപ്പിക്കാനാണ് അവൻ്റെ മേൽ നോട്ടമിട്ടത്. എന്തൊക്കെ മുടിപ്പിക്കുക? 1 വീട് മുടിപ്പിക്കുക, 2 സമ്പത്ത് മുടിപ്പിക്കുക, 3 തലമുറകളെ മുടിപ്പിക്കുക, 4 സ്നേഹബന്ധങ്ങളെ മുടിപ്പിക്കാൻ, 5 കുടുംബ ജീവിതത്തെ മുടിപ്പിക്കാൻ, 6 അവൻ്റെ ശരീരത്തെ മുടിപ്പിക്കാൻ, 7 അവൻ്റെ ഉള്ള ദൈവഭക്തിയെ മുടിപ്പിക്കാൻ. ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യനെ മുച്ചൂട് മുടിച്ച് തരിപ്പണമാക്കാൻ ആരും അറിയാതെ അവൻ്റെ മേൽ നോട്ടമിട്ട പിശാചിൻ്റെ കണ്ണുകളെ കണ്ട തീജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്നെങ്കിൽ ഇതിനകത്ത് എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഓൺലൈനിൽ എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി നിന്റെ തലമുറയെ തകർക്കാൻ, ഇന്ന് രാത്രി നിന്റെ സമ്പത്ത് തകർക്കാൻ, ഇന്ന് രാത്രി നിന്റെ വീട് തകർക്കാൻ, ഇന്ന് രാത്രി നിന്റെ സ്നേഹബന്ധങ്ങളെ തകർക്കാൻ, ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ, ഇന്ന് രാത്രി നിന്റെ ദൈവഭക്തിയെ തകർക്കാൻ, ഇന്ന് രാത്രി നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കാൻ നീ എന്ന ദൈവ പൈതലിനെ ഒച്ചൂട് മുടിച്ച് തരിപ്പണമാക്കാൻ ആരും കാണാതെ നാളുകളായി നിന്റെ മേൽ നോട്ടമിട്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ കണ്ണുകളെ വ്യക്തമായി കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അല്പനിമിഷം ആത്മാവിലൊന്ന് ബലപ്പെട്ടാട്ടെ. ഉറപ്പുള്ള ദൈവമക്കൾ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ കരമടിച്ച ആത്മാവിലൊന്ന് ആനന്ദിച്ചാട്ടെ. ഓ റിബദന ഗഡഗജ രഗധുന ഭൗഷഭ രഗധന വിദരബ റിഗബന രഗധല ഗഡഗജ രഗധന ഗഡഗ ഓ റിബബ ശുഡരബ റിബദല രബ ശബ രഗധന. ആമേൻ. മാന്യനായ നീ, യോഗ്യനായ നീ, ദൈവത്താൽ സാക്ഷ്യമുള്ള നീ എല്ലാം തകർന്ന് നശിച്ച് ഉന്മൂലമാകുന്നത് കാണാൻ, പരസ്യകോലമാകുന്നത് കാണാൻ, പരസ്യ കാഴ്ചയാകുന്നത് കാണാൻ നാളുകളായി വർഷങ്ങളായി ആരും അറിയാതെ നിന്റെ മേൽ നോട്ടമിട്ട അന്ധകാരത്തിന്റെ കണ്ണുകളെ കാണുന്ന കർത്താവ് ഇന്ന് രാത്രി മൗനമായിരിക്കത്തില്ല. അതിനെ ശാസിക്കുന്ന രാത്രിയാ. യേശുവിൻ്റെ നാമത്തില് ജനത്തിൻ്റെ മേലുള്ള നോട്ടങ്ങൾ അവസാനിക്കട്ടെ. ജനത്തിൻ്റെ മേലുള്ള പിശാചിന്റെ കണ്ണുകൾ മാറട്ടെ, അവന്റെ നോട്ടങ്ങൾ മാറട്ടെ. സമ്പത്തിന്റെ മേലുള്ള നോട്ടങ്ങൾ, തലമുറകളുടെ മേലുള്ള നോട്ടങ്ങൾ, ആയുസിന്റെ മേലുള്ള നോട്ടങ്ങൾ, അഭിഷേകത്തിന്റെ മേലുള്ള നോട്ടങ്ങൾ, ശുശ്രൂഷയുടെ മേലുള്ള നോട്ടങ്ങൾ. ഓ റബന ശരദല റബ ആകാശമണ്ഡലങ്ങളിലൂടെ പറക്കുന്ന കഴുകൻ തൻ്റെ സൂക്ഷ്മ ദൃഷ്ടി കൊണ്ട് താഴെ കൊത്തി പറക്കുന്ന കോഴിക്കുഞ്ഞിനെ നോക്കുന്നത് പോലെ നിന്നെ രാഞ്ചി കൊണ്ടുപോകാൻ, നിന്നെ തകർത്ത് കളയാൻ, ജീവിതത്തിന്റെ മേഖലകളെല്ലാം ശൂന്യമാക്കി കളയാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ നോട്ടങ്ങൾ ഇന്ന് രാത്രി ശാസിക്കപ്പെടുക. Yes.
പിശാച് ഇയ്യോബിനെ നോക്കുന്നതിന് മുമ്പ് ദൈവം ഇയ്യോബിനെ നോക്കുന്നുണ്ടായിരുന്നു. പിശാചിൻ്റെ ദൃഷ്ടി ഇയ്യോബിൻ്റെ മേൽ പതിയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദൃഷ്ടി ഇയ്യോബിൻ്റെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ദൈവം ചോദിച്ചത്, എൻ്റെ മകൻ്റെ മേൽ നീ നോട്ടമിട്ടോ എന്ന്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. ഞാൻ ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ടെന്ന്, ഞാൻ എഴുന്നേൽക്കുന്നത് അവൻ കാണുന്നുണ്ടെന്ന്, ഞാൻ വരുന്നതും പോകുന്നതും അവൻ കാണുന്നുണ്ടെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന ദൈവവൈദങ്ങൾക്കായി സ്തോത്രം. തങ്കലേകാഗ്രത ചിത്തരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് തൻ്റെ ഭക്തന്മാരുടെ മേൽ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഞാനും വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവപൈതലാണെങ്കിൽ തമ്പുരാൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കും എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. അവിടുത്തെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ദൈവം ചോദിക്കുകയാണ്, നീ എൻ്റെ ദാസനാകുന്ന ഇയ്യോബിൻ്റെ മേലെ ദൃഷ്ടി വെച്ചു. എടാ, അവനെ പോലെ നിഷ്കളങ്കൻ, അവനെ പോലെ നേരുള്ളവൻ, അവനെ പോലെ ദോഷം വിട്ടകലുന്നവൻ, അവനെ പോലെ ദൈവഭക്തൻ ഭൂമിയിൽ വേറെ ആരും ഇല്ല. എന്നിട്ട് അവസാനം ഒരു സാക്ഷ്യം പറയുക, അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിഷയം, നിങ്ങൾ സകലവും ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കണം. ഇയ്യോബ് പല കാര്യങ്ങൾ ശോധന ചെയ്തിട്ട് അവന് മുറുകെ പിടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിങ്കലുള്ള ഭക്തിയാണ്. ഭക്തി മുറുകെ പിടിക്കണം. എന്താ ഭക്തി? ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന തലമുറയുടെ നടുവിൽ എന്താണ് ഭക്തി എന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ബൈബിൾ പറയുന്നു, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവി. ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം ആശ്രയിക്കുന്നതല്ല ഭക്തി. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഊന്നൽ കൊടുക്കുന്നതല്ല ഭക്തി. ചിലർക്ക് വെള്ളയിടുന്നത് മാത്രമാണ് ഭക്തി. ചിലർക്ക് ക്ലീൻ ഷേവ് ചെയ്യുന്നത് മാത്രമാണ് ഭക്തി. ചിലർക്ക് വെജിറ്റേറിയൻ കഴിക്കുന്നത് മാത്രമാണ് ഭക്തി. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഊന്നൽ കൊടുക്കുന്നതല്ല ഭക്തി. യൂസേബേയ എന്നൊരു പദം ഗ്രീക്കിലുണ്ട്. ആശ്രയിക്കുക, സേവിക്കുക എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആശ്രയിക്കുക, സേവിക്കുക എന്നർത്ഥമുള്ള ഫച്ച് ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി. എന്താ ഭക്തി എന്ന് ചോദിച്ചാൽ, എല്ലായ്പ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് ഭക്തി. ഭക്തിക്ക് പ്രവൃത്തിയുണ്ട്, ഭക്തിക്ക് ഘടകമുണ്ട്, ഭക്തിക്ക് ദൃഢനിശ്ചയമുണ്ട്. വിശദീകരിക്കുന്നില്ല. യാക്കോബ് തൻ്റെ ദൈവശാസ്ത്രത്തിൽ ഭക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഈ ശരിയായ പ്രവൃത്തിയും വിശ്വാസവും ഭക്തിയുടെ ഘടകമാണ്. ഭക്തിയുടെ രണ്ട് ഘടകമാണ്, ശരിയായ പ്രവൃത്തിയും ശരിയായ വിശ്വാസവും. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഭക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെയുള്ള നിഷ്കളങ്കവും നിർമ്മലവുമായുള്ള ഭക്തിയോ, എന്താ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. ആമേൻ. ഇല്ലായ്മക്കാരൻ്റെ വേദനകൾ അറിയുന്നത്, പട്ടിണിക്കാരൻ്റെ നൊമ്പരങ്ങൾ അറിയുന്നത്, എല്ലാവരാലും തള്ളപ്പെട്ട സാധുക്കളുടെ നൊമ്പരങ്ങൾ അറിയുന്നത്, അവരെ കൈത്താങ്ങുന്നത് ഭക്തിയുടെ പ്രവൃത്തിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. കൈയടിക്കുന്നതും ആരാധിക്കുന്നതും സ്തോത്രം പറയുന്നതും അന്യഭാഷ പറയുന്നതും മാത്രമല്ല ഭക്തി. നിരവധി കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളുണ്ട്. അവരുടെ കഷ്ടതയ്ക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്നത് ഭക്തിയുടെ ഘടകങ്ങളാണെന്ന് മറക്കരുത്. ആമേൻ. ബിലയാം ഭക്തനായിരുന്നു. ബിലയാം പറഞ്ഞു, ഭക്തൻ മരിക്കുന്ന പോലെ എനിക്ക് മരിക്കണം. സ്തേഫാനോസ് ഭക്തിയുള്ള പുരുഷനായിരുന്നു, അതുകൊണ്ട് മരിച്ചു. ഭക്തിയുള്ള പുരുഷന്മാർ അദ്ദേഹത്തെ അടക്കം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. യോബ് ഭക്തനായിരുന്നെന്ന് യോബ് ഭക്തനായിരുന്നെന്ന് ആരാ പറഞ്ഞേ?
ഭാര്യയും പിള്ളേരും ഒന്നുമല്ല പറഞ്ഞത്. യോ ഭക്തനായിരുന്നത് ദൈവം ആ സാക്ഷ്യം പറഞ്ഞു. യോ ഭക്തി മുറുകെ പിടിച്ചെന്ന് ദൈവം ആ സാക്ഷ്യം പറഞ്ഞ. ഭക്തനായിരുന്ന ദൈവം സാക്ഷ്യം പറഞ്ഞവൻ ഭക്തി മുറുകെ പിടിച്ചെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞ യോബൻ്റെ അരികിലേക്ക് അവൻ്റെ പത്നി ഒരിക്കൽ ഇറങ്ങി വന്നൊരു ഒരു 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 അഡ്വൈസ് കൊടുക്കുക. എന്നാണെന്നറിയാമോ? വസ്ത്രം പോലും ധരിക്കാൻ കഴിയാതെ ദേഹം മുഴുവൻ പഴുത്ത് വെള്ളം പോലും കുടിക്കാൻ, ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നുണ്ട്. ആകെ തകർന്നുടഞ്ഞ് പഴുത്ത് പുഴുക്കുത്തു പിടിച്ച് കുറച്ച് ചാരത്തിനകത്തിരുന്ന് ശരീരം ഓട്ട് കഷണം കൊണ്ട് ചുരണ്ടി ഇളക്കുമ്പോൾ ഭാര്യ അടുക്ക വന്നിട്ട് ഭക്തനാകുന്ന ഇയ്യോബിന് ഒരു ഒറ്റ ഉപദേശം കൊടുക്കുക. അതേ, ഇനിയെങ്കിലും നിൻ്റെ ഭക്തി മുറുകെ പിടിക്കാതെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ചെറുകോപ്പുഴ പോയി കഷായം മേടിച്ച് കുടിക്കാനല്ല പറഞ്ഞത്, ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോയി ചത്ത് കളയിടൂ അല്ലേ? പക്ഷേ ഭക്തൻ്റെ മറുപടിയാണ് ഭക്തിയുടെ ദൃഢനിശ്ചയം. അതിന് ഇയ്യോബ് കൊടുത്ത മറുപടിയാണ് അവൻ്റെ ഭക്തിയുടെ ദൃഢനിശ്ചയം. ആമേൻ. ഇയ്യോബ് മറുപടി എന്നറിയാമോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഇയ്യോബ് ദൈവത്തെങ്കിലുള്ള ഭക്തിയെ മുറുകെ പിടിച്ചതുകൊണ്ട് എന്നും കഷ്ടതയല്ല, എന്നും ഇരുളടഞ്ഞ മേഖലയല്ല. ആമേൻ. അവൻ്റെ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം വരുന്ന അധ്യായമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 42-ാമത്തെ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ എന്തെല്ലാം നഷ്ടമായോ അതെല്ലാം ഇരട്ടിയായി ദൈവവന് മടക്കി കൊടുത്തു. ജീവിതത്തിൻ്റെ സമരമുഖങ്ങളിൽ ദൈവഭക്തിയെ മുറുകെ പിടിക്കുന്ന ദൈവവൈതലേ, എന്നും പ്രതിസന്ധികളല്ലോ, ഇരട്ടിയായി എല്ലാം മടക്കി തന്ന് ഒരു പുത്തൻ തളർപ്പിലേക്ക് നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദിവസം നിന്റെ മുമ്പിലുണ്ട്. ഭക്തിയെ മുറുകെ പിടിക്കുക. ഭക്തി നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നു. ഭക്തി നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഭക്തി പാപത്തോട് വെറുപ്പ് തരുന്നു. ഭക്തി വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രേരണ നൽകുന്നു. ഭക്തി നല്ല തുടക്കവും നല്ല ഒടുക്കവും തരുന്നു. അതുകൊണ്ട് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കാം. നാം മുറുകെ പിടിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ നല്ല കാര്യം ദൈവത്തെങ്കിലുള്ള ഭക്തിയാണ്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. സകലവിധ ദോഷവും വിട്ടകല. 8 പ്രബോധനങ്ങളാണ് നമ്മൾ ചുരുക്കമായി ചിന്തിച്ചത്. എപ്പോഴും നമുക്ക് സന്തോഷിക്കാം, കണ്ണുകളുടെ നിമിഷം അടയ്ക്കാം. പകല് നമ്മൾ കേട്ടല്ലോ, ദൈവവചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാം. ദൈവത്തിന് പ്രസാദകരമായതിലൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ ഏൽപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി മുൻപോട്ട് പോകാം. എപ്പോഴും സന്തോഷിക്കാം, ഇടപെടാതെ പ്രാർത്ഥിക്കാം, എല്ലാറ്റിലും സ്തോത്രം ചെയ്യാം. പ്രവചനത്തെ തുച്ഛീകരിക്കാതെ ആത്മാവിനെ കെടുക്കാതെ സകലവും ശോധന ചെയ്യാം. നല്ലത് മുറുകെ പിടിക്കാം. സകലവിധ ദോഷവും നമുക്ക് വിട്ടകലാം. അങ്ങനെ ആക്ഷേപരഹിതമായ മാതൃകാപരമായൊരു നല്ല ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളൊന്നടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പിതാവേ, രാത്രിയിൽ വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ കരങ്ങൾ തരും. സകല കുടുംബത്തിനും പുറവരുവാൻ കാരണക്കാരനായ ദൈവത്തിൻ്റെ മുൻപാകെ ജനത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു. ഈ വചനം അവരുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വലിയ ചലനങ്ങൾ, വിടുതലുകൾ സൃഷ്ടിക്കട്ടെ. ഈ സോം പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്ന സകല കുടുംബങ്ങൾക്കായി സ്തോത്രം. ഈ ആലയത്തിനകത്തിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനെയും കുടുംബമായി തരികയാണ്. സഭയുടെ മീൻവാതിൽ ദൈവം തുറക്കണം. ആത്മാക്കൾ കൂട്ടമായി ഇതിനകത്ത് പ്രവേശിക്കണം. വലിയ മാറ്റങ്ങളിലേക്ക് ദിവസങ്ങൾ ദൈവസഭയെ കരം പിടിച്ച് നടത്തണം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം.